Welcome to CUET Tutorial, Kerala's #1 CUET കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ എക്കണോമിക്സിലെ CUET ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള PYQs ആണ്. എസ്പെഷ്യലി നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് ഫൈനാൻസ് എന്ന് അല്ലെങ്കിൽ പബ്ലിക് എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ പബ്ലിക് ഫൈനാൻസ് ഒരു എക്സ്പ്ലിസിറ്റ്ലി നമുക്കൊരു സബ്ജക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ പോലും പാർട്ട് ഓഫ് മാക്രോ എക്കണോമിക്സ് നമുക്ക് പബ്ലിക് ഫൈനാൻസ് കാണാൻ പറ്റും. അതായത് ഗവൺമെൻറ് ബജറ്റ് മൾട്ടിപ്ലയേഴ്സ്, ഡെഫിസിറ്റ്, സർപ്ലസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു 2-3 ഏരിയാസാണ് നമുക്ക് ബജറ്റിൻ്റെ ഏരിയാസായിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഫൈനാൻസിൻ്റെ ഏരിയാസായിട്ട് വരുന്നത്. ആൻഡ് PYQs ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ PYQs നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 2 ഏരിയാസ്. ഒന്ന് മോണിറ്ററി എക്കണോമിക്സ് അല്ലെങ്കിൽ മോണിറ്ററി ടൂൾസ്, മോണിറ്ററി പോളിസീസ് ആണ്. 2 പബ്ലിക് ഫൈനാൻസ് ആണ്. അതായത് ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെ നമ്മൾ 2 ആയിട്ടാണ് തരം തിരിച്ചിട്ടുണ്ടാവുക. ഫസ്റ്റത്തേതാണെന്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മോണിറ്ററി പോളിസീസ്. രണ്ടാമത്തെ ഏരിയയാണെന്ത് നമ്മൾ നോക്കാൻ പോകുന്ന പബ്ലിക് ഫൈനാൻസ് അല്ലെങ്കിൽ പബ്ലിക് എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 2 ഏരിയാസൊന്നും സംഹൗ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് CUET BA എക്കണോമിക്സിൻ്റെ സിലബസും BA എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഏരിയയാണ്. ചെറിയൊരു ലോജിക്ക് ഉണ്ടായാൽ മതി. എന്താണ് ഗവൺമെൻറ് ബജറ്റിലെ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്, അതിൽ എപ്പോഴാണ് കുറയുക, എപ്പോഴാണ് കൂടുക, അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്, റവന്യൂ അക്കൗണ്ട് എന്താണ്, റെസിപ്റ്റ്സ് എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ് തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ ധാരണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണെന്ത് നമ്മുടെ പബ്ലിക് ഫൈനാൻസ്. അതായത് നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ഏരിയാസ് നമ്മുടെ പബ്ലിക് ഫൈനാൻസിൽ ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റവന്യൂ റെസിപ്റ്റ്സ് ഇൻ ദ ഗവൺമെൻറ് ബജറ്റ് ഇൻക്ലൂഡ്. റവന്യൂ റെസിപ്റ്റ്സ് ഇൻ ദ ഗവൺമെൻറ് ബജറ്റ് ഇൻക്ലൂഡ്സ്. നിങ്ങൾ അതായത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തൊന്ന് വായിച്ച് നോക്കണം. കാരണം ആ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഹിൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, റവന്യൂ ഉണ്ട്, റെസിപ്റ്റ്സും ഉണ്ട് അല്ലേ. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, വരുമാനം. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ കേസിൽ റവന്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വരവാണല്ലേ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ കേസാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കേസാണെങ്കിലൊക്കെ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതും എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ, അത് ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് ആവട്ടെ ഒരു ഇൻഡിവിജ്വൽ ബജറ്റ് ആവട്ടെ, നമുക്ക് എന്തുണ്ടാവും, റവന്യൂ സൈഡും ഉണ്ടാവും, എക്സ്പെൻഡിച്ചർ സൈഡും ഉണ്ടാവും. റവന്യൂ സൈഡിൽ എന്താ ഉണ്ടാവുക, നമുക്ക് കിട്ടിയിട്ടുള്ള വ്യത്യസ്തമായ വരവുകളിലെ ഇൻകംസ് ആണ് ഉണ്ടാവുക. ടാക്സ്, നോൺ ടാക്സ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സുകളൊക്കെ ഉണ്ടാവും. എക്സ്പെൻഡിച്ചർ സൈഡിലാണെങ്കിലോ നമുക്ക് കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് എപ്പോഴാണ് കൊടുക്കുക, നമുക്ക് റോഡ് ഉണ്ടാക്കി തരുന്നുണ്ട്, പാലം തരുന്നുണ്ട്, നമുക്ക് കൊറോണ സമയത്തും കോവിഡിൻ്റെ സമയത്തും അല്ലെങ്കിൽ ഓണത്തിൻ്റെ സമയത്തും നമുക്ക് കിറ്റുകൾ തന്നിരുന്നു, നമുക്ക് വാക്സിൻ ഫ്രീ ആയിട്ട് തന്നിരുന്നു. ഇതൊക്കെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ചിലവുകളാണല്ലേ. അങ്ങനെയുള്ള ചിലവുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലും ഗവൺമെൻറ് റവന്യൂസ്, ടാക്സ് റവന്യൂ ആവട്ടെ, ടാക്സ് ഗവൺമെൻറ് റവന്യൂ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അല്ലേ, നമുക്ക് ചിലവും ഗവൺമെൻറ് എന്താണ്, റവന്യൂ ആണ്. ഇനി നോൺ ടാക്സ് റവന്യൂസ്, ഇപ്പോൾ നമ്മളൊരു ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകുമ്പോൾ പോലീസ് നമ്മളെ പിടിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫൈൻ എന്താണ്, നമുക്ക് ചിലവാണ്, ഗവൺമെൻറ് എന്താണ്, അതൊരു വരവാണ്, വരുമാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റവന്യൂസും എക്സ്പെൻഡിച്ചറും ഒക്കെ ഗവൺമെൻറ് ബജറ്റിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ബജറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ബജറ്റിനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയാൽ യു ക്യാൻ ഡൗൺലോഡ് ദ ബജറ്റ് ഡോക്യുമെൻറ്റ്സ്, അതിലുണ്ടാവും ഇതൊക്കെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ റവന്യൂ റെസിപ്റ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് എന്താണെന്നുള്ളതാണ്. ഗവൺമെൻറ് ബോറോവിങ്സ് ആണോ, ടാക്സ് റവന്യൂ ആണോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ് ലോൺ ബൈ ദ ഗവൺമെൻറ് ആണോ, ഡിവിഡൻഡ് ഏൺഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നുള്ളതാണ്. ഇതിൽ ഒരു ആൻസർ അല്ല, നമുക്ക് 2-3 ആൻസറൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഒന്ന് നമുക്ക് ജസ്റ്റ് ഓരോ ഓപ്ഷൻസ് ഒന്ന് സിമ്പിളായിട്ട് നോക്കാം. ഒന്ന് ഗവൺമെൻറ് ബോറോവിങ്സ്. ഗവൺമെൻറ് ബോറോവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് കടം വാങ്ങിയതാണെന്ത്, ഗവൺമെൻറ് ബോറോവിങ്സ് അല്ലേ. ഗവൺമെൻറ് കടം വാങ്ങിയതാണ് ഗവൺമെൻറ് ബോറോവിങ്സ്. നമ്മൾ റവന്യൂവിനെ നമ്മൾ അനലൈസ് ചെയ്യാറുള്ളത്, ഒന്ന് ഇതെന്തായിരിക്കണം, ഇതൊരു വരവായിരിക്കണം. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു വരവായിരിക്കണം എന്ത്, ഈ റവന്യൂ എന്നുള്ളത്. 2 ഇതിനെന്തുണ്ടാവാൻ പാടില്ല, ലയബിലിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. ഇതൊരു ബാധ്യതയാവരുത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കേസ് തന്നെ എടുത്തു നോക്കൂ.
ഒരു വ്യക്തിയുടെ റവന്യൂ എന്താണ്? അയാൾ ജോലി ചെയ്ത് അയാൾക്ക് കിട്ടുന്ന അയാളുടെ റവന്യൂ ആണ് അല്ലേ? അയാളുടെ വീട് അയാൾ ലോൺ വെച്ച് അയാൾക്ക് കിട്ടുന്ന അയാളുടെ ഒരു പാർട്ട് ഓഫ് റവന്യൂ ആണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ലയബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇയാളുടെ വീട് എന്ത് ചെയ്തു? അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ബോറോ ചെയ്താൽ അതൊരു റവന്യൂ ആണ്. പക്ഷെ അതേസമയം ആ ബോറോ ചെയ്തപ്പോൾ നമ്മൾ പകരം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്താണ്? ഇതൊരു ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കേസാണെന്ത് ഫസ്റ്റത് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യാറില്ല? റവന്യൂ റെസിപ്റ്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. വരവാണ്, പക്ഷെ അവിടെ എന്തുണ്ട്? ലയബിലിറ്റി, ഒരു ബാധ്യത. നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് എവിടെ നിന്ന് കടം വാങ്ങുക? നമുക്ക് കുറേ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? വേൾഡ് ബാങ്ക് ഉണ്ട്, IMF ഉണ്ട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ഉണ്ട്, ഇനി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. അതായത് നമ്മുടെ മുകളിൽ എന്തുണ്ട്? ഇതുപോലെയുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് കടം വാങ്ങുന്നു. അത് നമ്മൾ എന്ത് ചെയ്യാറില്ല? പൊതുവെ റവന്യൂ റെസിപ്റ്റ്സിൽ ഉൾപ്പെടുത്താറില്ല. രണ്ടാമത്താണെന്ത്? ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ കൊടുക്കുന്ന ടാക്സ്, അത് ഗവൺമെൻറ് റവന്യൂ ആണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ബാധ്യത ഉണ്ടാവുന്നുണ്ടോ? എന്തെങ്കിലും ബാധ്യത ഗവൺമെൻറ്റിന് വരുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് റവന്യൂവിനെ ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. എന്തിലേക്ക്? റവന്യൂ റെസിപ്റ്റ്സിലേക്ക്. 2, ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ് ഓൺ ലോൺ ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ലോൺ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഗവൺമെൻറ് ആരൊക്കെ ലോൺ കൊടുക്കുക? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും, പാവപ്പെട്ട കൺട്രീസിന്. അതിലും നമുക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട പൈസയാണ് അല്ലേ? സോ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ സിയും നമുക്ക് റവന്യൂ റെസിപ്റ്റ്സിൽ ഉൾപ്പെടുത്താൻ പറ്റും. 2, ഡിവിഡൻഡ് ഏൺഡ് ബൈ ഗവൺമെൻറ് ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി, ഉദാഹരണം എന്താണ്? KSRTC. KSRTCയിൽ ഇതൊരു ഗവൺമെൻറ് കമ്പനിയാണ് അല്ലേ? ഈ ഗവൺമെൻറ് കമ്പനിയിൽ നിന്ന് ഗവൺമെൻറ്റിന് കിട്ടുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം, ഇതിന് ഗവൺമെൻറ് അതിന് തിരിച്ച് പകരം കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. ആ പ്രോഫിറ്റും ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റവന്യൂ റെസിപ്റ്റ്സിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നർത്ഥം. സോ വി ക്യാൻ ചൂസ് B, C ആൻഡ് D. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ് അല്ലേ? B, C, D. ഓപ്ഷൻ 2 ആണ്. സോ റവന്യൂ റെസിപ്റ്റ്സ് ഇൻ ദ ഗവൺമെൻറ് ബജറ്റ് ഇൻക്ലൂഡ് ഏതാ ഇൻക്ലൂഡ് ചെയ്യുക? ടാക്സ് റവന്യൂ ഇൻക്ലൂഡ് ചെയ്യും, ഇൻട്രസ്റ്റ് റെസിപ്റ്റ്സ് ഓൺ ലോൺ ബൈ ദ ഗവൺമെൻറ് ഇൻക്ലൂഡ് ചെയ്യും, ദെൻ ഡിവിഡൻഡ് ഏൺഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യും. ഏതാ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക? ഗവൺമെൻറ് ബോറോവിങ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയാണ്. റവന്യൂ റെസിപ്റ്റ്സിൻ്റെ കേസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്തായിരിക്കണം? അതൊരു റവന്യൂ ആയിരിക്കണം, ഒരു വരവായിരിക്കണം. 2, അതെന്തുണ്ടാക്കരുത്? ലയബിലിറ്റീസ് ഉണ്ടാക്കരുത്, ബാധ്യതകൾ ക്രിയേറ്റ് ചെയ്യരുത്. ബാധ്യത ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തല്ല? ഒരു റവന്യൂ റെസിപ്റ്റ്സ് അല്ല എന്നർത്ഥം. ഓക്കെ, we can move to the next question. One kind of deficit in annual budget will have to be financed through borrowings. It indicates the total borrowing requirements of the government from all sources it is known as. സോ അഗെയിൻ ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ്ലി ആ ക്വസ്റ്റ്യനും 2 തവണ, അതിനപ്പുറമൊന്നും നിങ്ങൾ വായിക്കേണ്ട. CUT ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വിൻഡോയിൽ നോക്കുകയാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? 1-2 തവണ ക്വസ്റ്റ്യൻസ് വായിക്കണം. കാരണം ആ ക്വസ്റ്റ്യൻസിൽ തന്നെ അതിൻ്റെ ഹിൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കൂ. 1 kind of deficit in the annual budget will have to be financed through borrowings. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്താണ്? ഒന്ന് ഡെഫിസിറ്റ് ആണ് അല്ലേ? ഒന്ന് ഡെഫിസിറ്റ് ആണ്. 2, ഈ ഡെഫിസിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈനാൻസ്ഡ് ത്രൂ ബോറോവിങ്സ്. ബോറോവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ ഡെഫിസിറ്റിനെ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആ ഡെഫിസിറ്റിൻ്റെ പേരാണ്. ഇനി ഓപ്ഷൻസ് എടുത്ത് നോക്കൂ. 1 മണി ഡെഫിസിറ്റ്, 2 ഫിസിക്കൽ ഡെഫിസിറ്റ്, 3 മാക്രോ ഡെഫിസിറ്റ്, 4 മൈക്രോ ഡെഫിസിറ്റ്. 1 മണി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, മാക്രോ ഡെഫിസിറ്റ്, മൈക്രോ ഡെഫിസിറ്റ്. നിങ്ങൾ എവിടെയെങ്കിലും മണി ഡെഫിസിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ കേസിൽ മണി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അങ്ങനെ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല ഗവൺമെൻറ്റിൻ്റെ കേസിൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫൈനാൻസിൻ്റെ കേസിൽ, ബജറ്റിൻ്റെ കേസിൽ. ഫിസിക്കൽ ഡെഫിസിറ്റോ? നമ്മൾ +2 നിന്നൊക്കെ ഫിസിക്കൽ ഡെഫിസിറ്റ് കേട്ടിട്ടുണ്ട് അല്ലേ?
മാക്രോ ഡെഫിസിറ്റോ മൈക്രോ ഡെഫിസിറ്റോ ഇത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. സോ മൈക്രോ ഡെഫിസിറ്റ് നമ്മൾ കേട്ടിട്ടില്ല, മാക്രോ ഡെഫിസിറ്റ് നമ്മൾ കേട്ടിട്ടില്ല, മണി ഡെഫിസിറ്റ് നമ്മൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മളൊരു പബ്ലിക് ഫൈനാൻസിൻ്റെ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ഈ 3 ഡെഫിസിറ്റ് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടുള്ളൊരു ഡെഫിസിറ്റ് എന്താ? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റ്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഇവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റാണ് ആൻസർ, ബാക്കിയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ആൻസർ എന്താണ്? നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അല്ലെങ്കിൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണെന്ത് നമ്മുടെ ആൻസർ. നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ കണ്ടെത്താറുള്ളത് ജസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരാളാവട്ടെ, ഒരു ഗവൺമെൻറ് ആവട്ടെ, ഒരു കമ്പനി ആവട്ടെ, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് അല്ലെങ്കിൽ ചുരുക്കം, കുറവ് എന്നൊക്കെയാണ് അർത്ഥം. ഒരു ഗവൺമെൻറ് എന്തുണ്ട്? റവന്യൂ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ ഉണ്ട്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വരവുകൾ, ഇൻകമിങ്സ് ഉണ്ട് അല്ലേ? ഗവൺമെൻറ് ഇൻകമിങ്സ് ഉണ്ട്. എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് ഗോയിങ്സ് ആണ്. അതായത് റവന്യൂ വരുന്നത്, എക്സ്പെൻഡിച്ചർ പോകുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ റവന്യൂ ആണ് കൂടുതൽ. റവന്യൂ ഒരു 10 crore rupees ഉണ്ട്. എക്സ്പെൻഡിച്ചർ നമുക്കൊരു 3 crore rupees ഉള്ളൂ. അവിടെ എത്ര? 7 crore rupees ഇവിടെ എന്താണ്? സർപ്ലസ് ആണ്. സർപ്ലസ്. അതായത് റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അതെന്താണ്? സർപ്ലസ് ആണ്. അത് സർപ്ലസ് ആണ്. ഇനി റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ഒരു നെഗറ്റീവ് ആണെങ്കിലോ അതെന്താണ്? ഡെഫിസിറ്റ് ആണ്. സോ നമ്മൾ ഈ പറഞ്ഞ ഡെഫിസിറ്റിൻ്റെ ഏരിയ ഏതാണ്? ഇറ്റ് ഈസ് നെഗറ്റീവ് കേസ്. എപ്പോഴാണ് റവന്യൂന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ നമുക്ക് നെഗറ്റീവ് ആവുക? എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴാണ്. അതായത് റവന്യൂ 10 കോടിയുള്ളൂ, എക്സ്പെൻഡിച്ചർ നമ്മൾ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? 14 കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടുത്തെ ഡെഫിസിറ്റ് എത്രയാവും? 10 മൈനസ് 14 എത്രയാണ്? -4. അതായത് 4 crore rupees എന്താണ്? ഇവിടെ ഡെഫിസിറ്റ് ആണ് എന്നർത്ഥം. അപ്പോൾ ഈ ഡെഫിസിറ്റിനെയാണ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയാം. അതായത് ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് ആൻസർ മൈനസ് ആണ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂവിനേക്കാൾ കൂടുതൽ. റവന്യൂ എന്ന് പറഞ്ഞാൽ വരവ്, എക്സ്പെൻഡിച്ചർ ചെലവ്. ഗവൺമെൻറ്റിൻ്റെ ചെലവാണ് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെഫിസിറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഡെഫിസിറ്റ് നമ്മൾ എന്താ പറയുക? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളതാണ്. മറക്കരുത് കേട്ടോ. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണെന്ത്? ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്കണോമിക്സിൽ വരുന്ന അല്ലെങ്കിൽ പബ്ലിക് ഫൈനാൻസിൽ വരുന്ന ഡെഫിസിറ്റ്. മണി ഡെഫിസിറ്റ് നമ്മൾ എക്കണോമിക്സിൽ പബ്ലിക് ഫൈനാൻസിൽ ഇല്ല. മാക്രോ ഡെഫിസിറ്റും മൈക്രോ ഡെഫിസിറ്റും ഇല്ല എന്നർത്ഥം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ത്? റെസിപ്റ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് ദാറ്റ് ആർ non-redeemable and cannot be reclaimed from the government are under which type of the revenues of the government? Options ഏതാണ്? Capital receipts, tax receipts, revenue receipts, non-tax receipts. ഇതും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, അതിൻ്റെ ഒരു സെയിം ആൻസറും സെയിം കണ്ടൻറ്റുമാണ് ഇവിടെയും വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് എന്തുണ്ട്? റെസിപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ റവന്യൂ ഉണ്ട്, ഒരു ഭാഗത്ത് എന്തുണ്ട്? എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. ഇവിടെ പറഞ്ഞ ഫീച്ചർ എന്താണ്? നോൺ റിഡീമബിൾ ആൻഡ് കനോട്ട് ബി റീക്ലെയിമഡ്. അതായത് ഗവൺമെൻറ്റിന് ഒരു 10 ലക്ഷം രൂപ വരുമാനമായി കിട്ടിയാൽ ആ 10 ലക്ഷം എന്ത് ചെയ്യരുത്? നോൺ റിഡീമബിൾ പറഞ്ഞാൽ എന്താ? അത് തന്ന ആൾക്ക്, ഗവൺമെൻറ് അത് കൊടുത്തൊരാളുണ്ടാവും, കമ്പനിയോ പേഴ്സണോ, അയാൾക്ക് എന്ത് ചെയ്യരുത്? അത് തിരിച്ചു പോവരുത്. 2, cannot be reclaimed. ഇപ്പോൾ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, എ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ 10 കോടി ഗവൺമെൻറ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് തിരിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങൾക്ക് തന്നെ തിരിച്ച് വേണമെന്ന് പറയാൻ പറ്റില്ല. അത് ഏതാന്നുള്ളതാണ്. അതായത് 1 നോൺ റിഡീമബിൾ ആണ്, 2 cannot be reclaimed ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. വാട്ട് ഈസ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്? ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമ്മൾ ചിലവാക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഈ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ പ്രശ്നം എന്താ അറിയോ? അത് പലപ്പോഴും എന്താണ്? നോൺ റിഡീമബിൾ ആണ്, അല്ലെങ്കിൽ നോൺ
റീക്ലെയിമബിൾ ആണ് ഓർ നോൺ റിഡീമബിൾ ആണ്. അതായത് നമുക്ക് ക്യാപിറ്റൽ തന്നൊരാളുണ്ടാവില്ലേ, അവർക്ക് തിരിച്ച് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, വേണ്ടേ? നമുക്ക് ക്യാപിറ്റൽ തന്ന ആളുകളുണ്ട്, അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ എന്തുണ്ട്, നമുക്ക് അവർക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് നോൺ റിഡീമബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റിഡീമബിൾ സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്. 2 ടാക്സ് റവന്യൂൻ്റെ കേസ് എന്താണ്? അപ്പം നമ്മൾ ഗവൺമെൻറ്റിന് ഒരു 10 ലക്ഷം രൂപ ടാക്സ് കൊടുക്കും, നമുക്കൊരു ഇൻകം ഉണ്ട്, ഒരു 5 ലക്ഷം രൂപ നമുക്ക് ഇൻകം ഉണ്ട്, നമ്മൾ അതിന് എത്ര ഒരു 10,000 റുപ്പീസ് എന്ത് ചെയ്തു, ടാക്സ് കൊടുത്തു. ഈ ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടുമോ? അത് നമുക്ക് ചോദിക്കാൻ പറ്റും ഗവൺമെൻറ്റിനോട്, ഞങ്ങൾ ടാക്സ് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറയാൻ പറ്റും? ഇല്ല. സോ ടാക്സ് റവന്യൂ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ? പക്ഷേ ടാക്സ് റവന്യൂവിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ നോക്കൂ, റവന്യൂ റെസിപ്റ്റ്സ്, നോൺ ടാക്സ് റവന്യൂ. ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക ക്വസ്റ്റ്യൻ്റെ, നമുക്ക് ടാക്സ് റവന്യൂവും ഓക്കെയാണ്, നോൺ ടാക്സ് റവന്യൂവും ഓക്കെയാണ് ആൻസറിൽ. നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് അല്ലാതെ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് ഓടിച്ച് പോയാൽ നമ്മൾ ഗവൺമെൻറ് 2000 രൂപ ഫൈൻ കൊടുക്കും. ഈ 2000 ഗവൺമെൻറ്റിന് എന്താണ്? ഇറ്റ്സ് എ റവന്യൂ. അല്ലെങ്കിൽ നമ്മൾ അക്ഷയയിൽ പഞ്ചായത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ 10-5 രൂപ എന്തുണ്ടാവും, ഫീസ് ഉണ്ടാവും അല്ലേ? അതെന്താണ്? ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ലേറ്റായി, അതും നമ്മൾ ഗവൺമെൻറ് എന്തെങ്കിലും ഫൈനോ പെനാൽറ്റിയോ കൊടുക്കും, അതും ഗവൺമെൻറ്റിന് റവന്യൂ ആണ്. ഇതിനെയാണ് നമ്മൾ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയാം. ഓക്കെ, ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഈ രണ്ടും ആക്ച്വലി റവന്യൂ റെസിപ്റ്റ്സിൻ്റെ കോമ്പണൻസ് ആണ്. അതായത് നമ്മൾ റവന്യൂ റെസിപ്റ്റ്സിന് എന്ത് ചെയ്യും, 2 ആക്കിയിട്ട് തരംതിരിക്കും. ഒന്ന് ഈ റവന്യൂ റെസിപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ടാക്സ് റെസിപ്റ്റ്സ്, 2 നോൺ ടാക്സ് റെസിപ്റ്റ്സ്. അപ്പോൾ ഈ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡഡ് ബോത്ത് നോൺ ടാക്സ് ആൻഡ് ടാക്സ് റെസിപ്റ്റ്സ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് എന്നുള്ളതാണ്. റെസിപ്റ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. കാരണം ഇവിടെ റെസിപ്റ്റ്സ് എന്നുള്ള വേർഡ് ഇല്ലേ, ഇവിടെ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞ വേർഡ് 2 എവിടെയുള്ളത്? ഒന്ന് ക്യാപിറ്റൽ റെസിപ്റ്റ്സിലും 2 റവന്യൂ റെസിപ്റ്റ്സിലുമാണ് അല്ലേ? അപ്പോൾ അതായിരിക്കും ആൻസർ. പക്ഷേ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്താണ്? ഇറ്റ് ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ലയബിലിറ്റി ബിക്കോസ് വി ആർ ബോറോവിങ് ക്യാപിറ്റൽ ഫ്രം അതർ പേഴ്സൺസ്. സോ നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അത് കൊടുക്കാത്ത റെസിപ്റ്റ്സ് എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് ആണ് എന്നർത്ഥം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ആൻസർ എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് ആണ് എന്നർത്ഥം. ഇനി വാട്ട് നീഡ് ടു ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടു ഗെറ്റ് ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ്? എഗെയിൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്മൾ 1-2 തവണ വായിക്കണം. റവന്യൂ എക്സ്പെൻഡിച്ചർ, നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്, റിക്കവറി ഓഫ് ലോൺസ്, നോൺ ടാക്സ് റവന്യൂ. ഇതാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. ഓക്കെ, ഇനി ഫസ്റ്റത്തെ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. 2 എന്താണ്? നെറ്റ് ഇൻട്രസ്റ്റ്. 3 റിക്കവറി ലോണ്. 4 നോൺ ടാക്സ് റവന്യൂ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. വാട്ട് നീഡ് ടു ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടു ഗെറ്റ് ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ്? യു നോ വാട്ട്സ് ദ മീനിങ് ഓഫ് ഗ്രോസ്? ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ടോട്ടൽ എന്നാണ് അർത്ഥം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എന്നാണ് അർത്ഥം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ടോട്ടൽ എന്നേ അർത്ഥമുള്ളൂ. നമുക്ക് എന്തുണ്ട്? റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി ഉണ്ട്, റിക്കവറി ഓഫ് ലോൺ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. അതായത് ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എന്തോ ഒന്ന് കുറച്ചാൽ വി വിൽ ഗെറ്റ് പ്രൈമറി ഡെഫിസിറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡെഫിസിറ്റും സർപ്ലസും എന്താണെന്നുള്ളത്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാൾ കൂടുകയാണ്. നമ്മുടെ ചെലവ്, ഗവൺമെൻറ്റിൻ്റെ ചെലവ് റവന്യൂവിനേക്കാൾ കൂടുന്ന സിറ്റുവേഷനാണ് എന്ത്? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റവന്യൂ അതിൽ പെടുമോ? നോ. റവന്യൂ എന്താണ്? വരവാണ്. നമുക്ക് ഓൾറെഡി എന്താണ്? ചെലവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വരവ് കുറച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ 4 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. റിക്കവറി ഓഫ് ലോൺസ്. ലോണിൻ്റെ റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലോണ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. അതും എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് റവന്യൂ അല്ലേ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു 10 വർഷം മുമ്പ് ഒരാൾക്കൊരു 2 lakh rupees ലോൺ കൊടുത്തു, 2 lakh rupees കടം കൊടുത്തു. അയാൾ ഇന്നതൊരു 2 lakh 2.5 lakh ഒക്കെ നമുക്ക് തിരിച്ചു തരികയാണെങ്കിൽ അത് നമുക്ക് എന്താണ്? ഇറ്റ്സ് എ റവന്യൂ അല്ലേ? അപ്പം അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് 2 എണ്ണമാണ് നമുക്ക് ചെലവ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് എക്സ്പെൻഡിച്ചർ സൈഡിലുള്ളത്. ഒന്നെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറും 2 നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റിയുമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാട്ട് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ?
നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണെന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണെന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ എന്താണ്? നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി. നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റിയെ നമ്മൾ കാണുക ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ്. ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടും കുറേ പൈസൻ്റെ ആവശ്യം ഉണ്ടാവില്ലേ? ഗവൺമെൻറ്റിന് നമുക്ക് റോഡും ഡാമും ഒക്കെ ഇലക്ട്രിസിറ്റിയും ഒക്കെ തരണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് മണി. നമ്മളതിനാകെ KSEBക്ക് പൈസ കൊടുക്കുന്നുള്ളൂ. നമ്മൾ റോഡിന് എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ് പൈസ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനായിട്ട് വരിക നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റിയാണ്. അതായത് നമ്മൾ എഴുതുന്നുണ്ട് കേട്ടോ, ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു gross fiscal deficit is equal to wait a minute, നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞ ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് നമുക്ക് ഇവിടെ ഉണ്ടല്ലേ. ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് എന്താണ്? നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണെന്ത് നമ്മുടെ ആൻസർ. അതായത് ഈവൻ നമ്മുടെ ഫസ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ അല്ലേ? പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ എന്തല്ല ചെയ്യുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറക്കാൻ പോകുന്നത്. മറിച്ച് ഏതാണ് നമ്മൾ കുറക്കുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി ആണ്, നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് ആണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. നമ്മൾ 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. all those elements which create liability and decrease the asset of the government are known as. all those elements, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കുക. all those elements which create liability. ഫസ്റ്റത്തെ എന്താണ്? ഇറ്റ് ക്രിയേറ്റ് ലയബിലിറ്റി. അതെന്തുണ്ടാക്കുന്നുണ്ട്? ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. 2, ഡിക്രീസ് ദ അസറ്റ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അസറ്റും എന്ത് ചെയ്യുന്നുണ്ട്? അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. 1, അതെന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. 2, അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അസറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അനലൈസ് ചെയ്യാം. ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ കേസിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ എന്താ ഉണ്ടാവുക അറിയോ? ഞാൻ ജസ്റ്റ് 1 എന്ന് ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. 1 എന്നുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സിനെയാണ് സൂചിപ്പിക്കുക. ഇതിലുണ്ടാവുക 1 ലോൺ റിക്കവറീസ്. നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ലോണ് കൊടുത്തിട്ടുണ്ട്. ആ ലോണിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് എന്ത്? ലോൺ റിക്കവറീസ്. അത് ഇതിലാണ് ഉൾപ്പെടുക. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുക, ഓക്കെ ജസ്റ്റ് എക്സാമ്പിൾ ലോൺ റിക്കവറി, ഒരു എക്സാമ്പിൾ മാത്രം എടുക്കാം. ഈ ലോൺ റിക്കവറീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അസറ്റിനെ ഒന്നും ചെയ്യുന്നില്ല. അതായത് അസറ്റ് അവിടെ തന്നെ ഉണ്ട്, നമ്മൾ കൊടുത്ത ലോണല്ലേ. പക്ഷെ അതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇൻക്രീസ് ദ ലയബിലിറ്റി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ലോൺ കൊടുത്തതാണ്. നമുക്ക് ലോൺ എന്ന് പറഞ്ഞാൽ ലോൺ നമ്മളെ സംബന്ധിച്ച് എന്താ? അതൊരു ലയബിലിറ്റി ആണല്ലേ നമ്മൾ കൊടുക്കുന്ന ലോണ്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, ഇപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ കയ്യിൽ, ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു 2 ലക്ഷം രൂപ ലോൺ കൊടുത്തു. ഈ 2 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഐ ക്യാൻ ഡു മെനി അതർ തിങ്സ്. ഈ 2 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഈ 2 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പറ്റും, ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ അസറ്റിനെ അതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഫസ്റ്റ് കണ്ടീഷനായിട്ടുള്ള ലയബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അത് ബാധിക്കുന്നുണ്ട്. രണ്ടാണെന്ത്? ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എഗെയിൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ഒക്കെയാണ്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസറ്റ് ആണെന്ത്? നോർമലി നമ്മൾ ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ അസറ്റ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ആണ്. നമ്മളൊരു പുതിയ അസറ്റ് വാങ്ങി, അതായത് നമ്മളൊരു ബിൽഡിംഗ് വാങ്ങി.
ഈ ബിൽഡിങ്ങിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതൊരു ക്യാപിറ്റലാണല്ലേ ബിൽഡിംഗ് എന്നുള്ളത്. ഈ ബിൽഡിംഗ് വാങ്ങാൻ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടാവുക, നമ്മൾ എന്ത് കൊടുക്കും, വി വിൽ ഗിവ് ദം മണി. നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യും, പൈസ കൊടുക്കും അല്ലേ. പൈസ കൊടുക്കാൻ, ഈ പൈസ ആക്ച്വലി എന്താണ്, നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് പേ ചെയ്യുന്ന പൈസ എന്താണ്, ദാറ്റ്സ് ദ അസറ്റ്. നമുക്ക് ഒരു ബിൽഡിംഗ് വാങ്ങി അതിൽ ലയബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇറ്റ് ക്രിയേറ്റ്സ് ദ എന്ത്, ഇറ്റ് ഡിക്രീസ് ദ അസറ്റ്. നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ബിൽഡിംഗ് വാങ്ങുന്നത്. സ്വാഭാവികമായിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള പൈസയെ കുറക്കും എന്നുള്ളതാണ്. സോ ഇറ്റ് അഫക്റ്റ് ദ മണി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇറ്റ് അഫക്റ്റ് ദ അസറ്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി റവന്യൂ റെസിപ്റ്റ്സ്, മൂന്നാമത്തെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലും തേർഡ് ക്വസ്റ്റ്യനിലും ഡിസ്കസ് ചെയ്ത സെയിം കോൺസെപ്റ്റ് ആണ്. റവന്യൂ റെസിപ്റ്റ്സ് എന്തുണ്ടാക്കില്ല, ഇറ്റ് വോണ്ട് ക്രിയേറ്റ് എനി കൈൻഡ് ഓഫ് ലയബിലിറ്റി ഓർ റിഡക്ഷൻ ഇൻ അസറ്റ്. നമുക്ക് റവന്യൂ റെസിപ്റ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള പ്രശ്നവും, ഒരു തരത്തിലുള്ള അസറ്റിനെ റെഡ്യൂസ് ചെയ്യേ, ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യേ ഒന്നും ഉണ്ടാക്കില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ സി, ഓപ്ഷൻ 3 എന്താണ്, അത് ഏകദേശം ഓപ്ഷൻ 3 ഏകദേശം എന്താണ്, ശരിയാണ് എന്നർത്ഥം. ഓക്കെ, ഇനി റവന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പേയ്മെൻറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ലയബിലിറ്റി അല്ലേ. നമ്മളൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പൈസ അടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ലയബിലിറ്റി, അതൊരു ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് ലയബിലിറ്റിയും ഉണ്ടാക്കാത്ത, അസറ്റ് റെഡ്യൂസ് ചെയ്യാത്ത ഗവൺമെൻറ്റിൻ്റെ ഒരു റവന്യൂ കോമ്പണൻ്റ് ആണെന്ത്, റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് നമുക്ക് ലയബിലിറ്റി ഉണ്ടാക്കും, ക്യാപിറ്റൽ പേയ്മെൻറ്റ് നമ്മുടെ അസറ്റിനെ റെഡ്യൂസ് ചെയ്യും, റവന്യൂ പേയ്മെൻറ്റും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഓൺലി ആൻസർ ഈസ് റവന്യൂ റെസിപ്റ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ പബ്ലിക് ഫൈനാൻസിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ചില ഏരിയാസ്, ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വേറെ കുറച്ച് PYQs നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 ഇയറിലെ എസ്പെഷ്യലി 2024 PYQs അവൈലബിൾ ആണ്, 23 അവൈലബിൾ ആണ്, 22 അവൈലബിൾ ആണ്. ഈ 3 PYQs നിങ്ങൾ എന്ത്, യു ഹാവ് ടു അനലൈസ് വെരി വെൽ. കാരണം നമുക്ക് വലിയ രീതിയിൽ സിലബസിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഏരിയാസൊക്കെ അതുപോലെ അവിടെ ഉണ്ട്. നമ്മുടെ പബ്ലിക് ഫൈനാൻസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ എക്കണോമിക്സിൻ്റെയും ഒക്കെ, മോണിറ്ററി എക്കണോമിക്സിൻ്റെ ഒക്കെ ഏരിയാസ് അതുപോലെ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി തെറവാക്കിയിട്ട് നോക്കണം എന്നർത്ഥം. സോ വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, വി ക്യാൻ ഡിസ്കസ് സം PYQs ഓൺ ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. ഓക്കെ, താങ്ക് യു.